ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഫ്ലവർ ടു ഫ്ലവർ. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഓണപ്പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കാസ്കറ്റ് ഓഫ് ലൈഫ്, അതേപോലെ രണ്ടാമത്തെ ചാപ്റ്റർ ദ എസൻസ് ഓഫ് ചേഞ്ച്, ഈ ചാപ്റ്ററിൻ്റെ ഒക്കെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അത് നിർബന്ധമായിട്ടും പോയി കാണണം, പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എക്സാമിന് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നതെന്ന് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഫ്ലവേഴ്സ് ടു ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ഫ്ലവറിൻ്റെ കാര്യങ്ങളും അതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഒക്കെ തന്നെ നമ്മളൊരു ഫ്ലവറിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഒരു ചിത്രം നിരീക്ഷിക്കാനാണ്. ഈ ഒരു ചിത്രം നിങ്ങളുടെ മിക്ക എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ABCD തന്നിട്ട് ഇതേപോലെ ഫില്ല് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഏത് പാർട്ടാണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് അല്ലേ, എന്താണ് ഗൈനീഷ്യം എന്ന് പറയും. അപ്പോൾ ഇവിടെ ചോദ്യമാണ് ഡ്രോ ദ പിക്ചർ ആൻഡ് ലേബൽ ദ പാർട്ട്. അതായത് ഇതേപോലെ നിങ്ങൾ ഈ ഒരു ചിത്രം ആൻസർ ഷീറ്റിലേക്ക് നോക്കി വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ABCD എന്നല്ല 1 2 3 അല്ലേ, ആ ഒരു പാർട്ട് അവിടെ നിങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിഗ്മയാണ്. പിന്നെ 2 എന്ന് പറയുന്നത് ഇവിടെ സ്റ്റൈൽ, 3 ഓവറിയാണ്, 4 ഒവ്യൂളാണ്. ഈ ഓവറിൻ്റെ അകത്താണ് ഒവ്യൂൾ കാണപ്പെടുന്നത്, അതിലാണ് എഗ്ഗ് കാണപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ക്ലാസ്സൊക്കെ നന്നായിട്ട് കേട്ടിട്ടുള്ളവരാണെങ്കിൽ ഇതൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കും. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ബി ചോദ്യമാണ് വെയർ ആർ ദ മെയിൽ ഗമേറ്റ് സീൻ ഇൻ എ ഫ്ലവർ. അപ്പോൾ ഒരു ഫ്ലവറിൽ മെയിൽ ഗമേറ്റ് എവിടെയാണ് കാണപ്പെടുന്നതെന്നാണ് ചോദ്യം. അതൊന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് മെയിൽ ഗമേറ്റ് ഈസ് സീൻ ഇൻ ദ പോളൻ ഗ്രെയിൻ ഫൗണ്ട് ഇൻ ദ ആന്ത്രർ ഓഫ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം എന്താണെന്നറിയാലോ, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ആൻഡ്രീഷ്യം ആ ആൻഡ്രീഷ്യത്തിൽ 2 പാർട്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ആന്തറും ഫിലമെൻറ്റും. ആ ആന്തറിൻ്റെ ഉള്ളിലാണ് പോളൻ ഗ്രെയിൻ കാണപ്പെടുന്നത്. ഈ പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? മെയിൽ ഗമേറ്റ് ഉള്ളത്. ഈ ഒരു ചോദ്യം നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ നമ്മളുടെ ആ ഒരു ഗൈനീഷ്യത്തിൻ്റെ ചിത്രം തന്നിട്ട് ABCD ഒക്കെ മാർക്ക് ചെയ്യാനൊക്കെ നന്നായിട്ട് ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. നോക്കിക്കേ, ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ ഫ്ലവർ ആർ ഗിവൺ ഇൻ ദ കോൺസെപ്റ്റ് മാപ്പ് കംപ്ലീറ്റ് ഇറ്റ്. അതായത് താഴെ തന്നിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് മാപ്പാണ്. ഓക്കെ, ഇതേപോലെ ചെയ്യുന്നതിനെയാണ് കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫ്ലവറിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചില ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, കൊടുത്ത ഭാഗങ്ങൾ പെറ്റൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ സ്റ്റാമൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിലത്തെ ആ ഒരു ഇത് നമ്മൾ ഫില്ല് ചെയ്യണം. ഇവിടെ ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് ഇവിടെ കാണിച്ചു തരികയാണ്. പിന്നെ പെഡിസൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ രണ്ടാമത്തെ ഒരു ഭാഗം നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് മാപ്പ് തരികയാണെങ്കിൽ പെട്ടെന്ന് ചാടി കയറി ഫില്ല് ചെയ്യാതെ എന്ത് ചെയ്യുക, അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ആ ഒരു ഞാൻ ഗൈനീഷ്യം കൊടുത്തതിൻ്റെ തൊട്ട് താഴെ, അത് നമ്മൾ ഗൈനീഷ്യം എന്നുള്ള ഒരു പാർട്ട് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തത് സ്റ്റിഗ്മ കൊടുത്തിട്ടുണ്ട്, സ്റ്റൈലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ സ്റ്റിഗ്മ അതേപോലെ സ്റ്റൈലൊക്കെ എന്താണ്? ഗൈനീഷ്യത്തിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ രണ്ടാമതായിട്ട് വരുന്നത് എന്തായിരിക്കും? ഗൈനീഷ്യമാണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഗൈനീഷ്യത്തിൻ്റെ 3 പാർട്ട് ഏതൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ, പിന്നെ ഓവറി. ആ ഒരു നടുവിലത്തെ ആ ഒരു ഭാഗം ഓവറി എന്ന് ഫില്ല് ചെയ്യാം. ഇനി അടുത്തത് സ്റ്റാമൻ്റെ പാർട്ടാണ് താഴെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ആന്തർ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഏതാ വരിക? ഫിലമെൻറ്റുമാണ് വരുന്നത്. ഇനി മറ്റേ ഒരു പാർട്ടിൽ എന്ത് കൊടുത്താൽ മതി? തലാമസ് എന്ന് കൊടുത്താൽ മതി. ഇനി അടുത്തത് ബി ചോദ്യമാണ് റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് കൊറോള ആൻഡ് പെഡിസൽ. പെഡിസലിൻ്റെയും കൊറോളിൻ്റെയും ഫങ്ഷൻ എഴുതാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് കൊറോളിൻ്റെ ഫങ്ഷനാണ് പ്രൊവൈഡ് ഫ്രാഗ്നൻസ്, കളർ ആൻഡ് അട്രാക്റ്റീവ്നെസ് ടു ഫ്ലവർ. ഒരു പൂവിന് നല്ല ഫ്രാഗ്നൻസ്, അതായത് നല്ല സ്മെല്ല് കൊടുക്കുക, അതേപോലെ നല്ല കളർ കൊടുക്കുക, പിന്നെ നല്ല അട്രാക്റ്റീവ് ആക്കുന്നതാണ് ആരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്? കൊറോളിൻ്റെ ഫങ്ഷൻ. ഇനി അടുത്തത് പെഡിസലാണ്. കണക്ട് ദ ഫ്ലവർ വിത്ത് പ്ലാന്റ്.
നമ്മളുടെ ഈ ചെടിയുമായിട്ട് ഫ്ലവറിനെ കണക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അതിനെയാണ് എന്ത് പറയുന്നത്, പെഡിസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് പാർട്ട് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോരോ ചെമ്പരത്തിപ്പൂവിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സുള്ള ചെമ്പരത്തിപ്പൂവിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് പാർട്ടുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അത് പോയി കാണണം. ഇനി ഇവിടുത്തെ സി ചോദ്യമാണ്, ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ആന്തർ ഈസ് ദ മെയിൽ ഗമേറ്റ് ഫൗണ്ട്? അതായത് മെയിൽ ഗമേറ്റ് ആന്തറിൽ എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ് ആന്തറിലെ പോളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിലാണ് ആരെ കാണപ്പെടുന്നത്? മെയിൽ ഗമേറ്റ്സ് കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ എഴുതുക പോളൻ ഗ്രെയിൻസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നെയിം എ ബി സി ആൻഡ് ഡി ഇൻ ദ പിക്ചർ. അപ്പോൾ ഇവിടെ മുകളിൽ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ഒരു ചിത്രം എന്ന് പറയുന്നത് ആദ്യത്തേത് പംകിൻ അല്ലേ, മത്തൻ്റെ പൂവാണ്. 2 തരം പൂവുണ്ട് മത്തനിൽ, നോക്കിക്കേ, എ ബി. അതേപോലെ സ്നേക്ക് ഗാർഡ്, പടവലത്തിലും ഇതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും 2 തരം പൂക്കളുണ്ടാവും. അപ്പോൾ ഇവിടെ ഉള്ള ചോദ്യം എന്താണ്? എ ബി സി ഡി ഈ ഒരു ചിത്രത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മളോട് അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ആൻഡ്രീഷ്യമാണ്, അതായത് പംകിൻ്റെ ആൻഡ്രീഷ്യമാണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ഗൈനീഷ്യമാണ്. ഓക്കെ, സി എന്ന് പറയുന്നത് സ്നേക്ക് ഗാർഡിൻ്റെ ആൻഡ്രീഷ്യമാണ്. ഡി എന്ന് പറയുന്നത് സ്നേക്ക് ഗാർഡിൻ്റെ ഗൈനീഷ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ചില പ്ലാന്റ്സിൽ 2 തരം പൂക്കളുകൾ കാണും. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് വേറെ പൂവിലായിരിക്കും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് സെപ്പറേറ്റ് പൂക്കളിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ മതി. വീട്ടിലിങ്ങനെ പച്ചക്കറികളൊക്കെ നടുന്നവരാണെങ്കിൽ ഈ പടവലത്തിൻ്റെയും മത്തനൊക്കെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അത് 2 തരം പൂക്കളുണ്ടാകും. ഒരു പൂവിൽ ഗൈനീഷ്യ മാത്രമായിരിക്കും, അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രമായിരിക്കും ഉണ്ടാവുക. അതിൽ ഓവറി അതേപോലെ തന്നെ സ്റ്റൈൽ സ്റ്റിഗ്മയൊക്കെ അതിൽ കാണപ്പെടും. മറ്റൊരു പൂവിൽ ഈ പാർട്ട് ഉണ്ടാവില്ല, ആൻഡ്രീഷ്യത്തിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടും വേറൊരു ഫ്ലവറിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ഇനി അടുത്ത ഇവിടുത്തെ ബി ചോദ്യമാണ്, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആർ സീൻ ഇൻ സെപ്പറേറ്റ് ഫ്ലവേഴ്സ്. വാട്ട് ആർ ദീസ് ഫ്ലവേഴ്സ് കോൾഡ്? അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ മത്തൻ്റെയും അതേപോലെ തന്നെ പടവലത്തിൻ്റെയും ഒക്കെ പൂക്കൾ പോലെ അതൊരു ചെടിയിൽ തന്നെ 2 തരം പൂക്കളുകളുണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് വേറൊരു പൂവിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് വേറൊരു പൂവിലും കാണപ്പെടുന്ന ഇങ്ങനത്തെ ഫ്ലവേഴ്സിന് നമ്മൾ എന്താണ് പറയാറുള്ളത് എന്നാണ് ചോദ്യം. എന്തായിരുന്നു? യൂണിസെക്ഷൽ ഫ്ലവർ എന്നാണ് പറയുക. യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ യൂണി എന്ന് പറഞ്ഞാൽ എന്താ? 1 അല്ലേ? അപ്പോൾ ഒരു റീപ്രൊഡക്റ്റീവ് പാർട്ട് ഒരു പൂവിലും മറ്റേത് വേറൊരു പൂവിലും ആയിരിക്കും. ഒരു പൂവിൽ ഒരൊറ്റ റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നേരെ മറിച്ച് ഒരു പൂവിൽ തന്നെ 2 റീപ്രൊഡക്റ്റീവ് പാർട്ട് കാണപ്പെടുന്ന പൂക്കളെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഒരു പൂവിൽ തന്നെ കാണപ്പെടുന്ന ഫ്ലവേഴ്സിനെ നമ്മൾ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്നായിരുന്നു വിളിച്ചത്. അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി സി ചോദ്യമാണ്, ഹൗ ക്യാൻ വി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എ മെയിൽ ഫ്ലവർ ആൻഡ് ഫീമെയിൽ ഫ്ലവർ? നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഫീമെയിൽ ഫ്ലവറിനെയും മെയിൽ ഫ്ലവറിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുക? അത് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ആൻസറാണ്. ഫ്ലവർ ദാറ്റ് ഹാവ് ഓൺലി ആൻഡ്രീഷ്യം ആൻഡ് ഫിലമെൻറ്റ് ആർ മെയിൽ ഫ്ലവർ. അതായത് മെയിൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആ ഒരു ഫ്ലവറിൽ ആൻഡ്രീഷ്യം മാത്രമേ കാണപ്പെടൂ, അതായത് ആന്തറും ഫിലമെൻറ്റും മാത്രമേ കാണപ്പെടുന്നുള്ളൂ എങ്കിൽ ആ പൂവിനെ നമ്മൾ മെയിൽ ഫ്ലവർ എന്ന് പറയും. ആൻഡ് ദോസ് വിത്ത് ഓൺലി ഗൈനീഷ്യം സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി ആർ ഫീമെയിൽ ഫ്ലവർ. എന്നാൽ ഫീമെയിൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിൽ ഗൈനീഷ്യം മാത്രമേ ഉണ്ടാകൂ, സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി ഇത് മാത്രമേ കാണപ്പെടുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫീമെയിൽ ഫ്ലവർ എന്ന് പറയുന്നത്. ഈ ഫീമെയിൽ ഫ്ലവർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ചെടിയിൽ കായ്കളൊക്കെ ഉണ്ടാകുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ്, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. പ്ലാന്റ് പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. 2 ഫ്ലവേഴ്സ് ഓഫ് സെയിം പ്ലാന്റ് ആർ ഗിവൺ ഇൻ ദ ഫോളോയിങ് പിക്ചർ. അപ്പോൾ താഴെ തന്നിരിക്കുന്നത് ഒരു ഫ്ലവറിൻ്റെ പാർട്ടുകളാണ്. പിക്ചർ 1, പിക്ചർ 2. അതിൻ്റെ ചോദ്യമാണ്, ലേബൽ ദ പാർട്ട് ഓഫ് ഫ്ലവർ 1, 2, 3, 4, 5 ആൻഡ് 6 ഇൻ ദ ഫിഗർ. ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം നന്നായിട്ടൊന്ന് നോക്കുക, ഒരു ചിത്രങ്ങളൊക്കെ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് മനസ്സിലാക്കുക ഏതൊക്കെ പാർട്ടാണെന്ന്. അതേപോലെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇങ്ങനത്തെ പാർട്ടുകളൊക്കെ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ 1 എന്ന് പറയുന്നത് ആൻഡ്രീഷ്യമാണ്, 2 എന്ന് പറയുന്നത് കൊറോളയാണ്. ഓക്കെ, അത് ഇതളുകളല്ലേ 2 എന്ന് പറയുന്നത് അവിടെ ലേബൽ ചെയ്യാൻ. അപ്പോൾ അത് എന്താണ്? കൊറോള. ഇനി 3 എന്ന് പറയുന്നത് എന്താണ്? കാലിക്സ് ആണ്. നമ്മുടെ ഈ പൂവിനെ ചേർത്ത് പിടിക്കുന്ന ഭാഗം അതെന്താണ്? കാലിക്സ്.
ഇനി 4 എന്ന് പറയുന്നത് സ്റ്റിഗ്മയാണ്, 5 എന്ന് പറയുന്നത് സ്റ്റൈലാണ്, 6 എന്ന് പറയുന്നത് ഓവറിയാണ്. അതൊരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് അവിടെ അടയാളപ്പെടുത്താൻ തന്നത്. ആ ഒരു ഭാഗം നോക്കിക്കേ, കണ്ടില്ലേ? ഇനി ബി ചോദ്യമാണ് വിച്ച് ഈസ് ദ ഫീമെയിൽ ഫ്ലവർ. അപ്പം ഇവിടെ ഏതാണ് ഫീമെയിൽ ഫ്ലവർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ആ ഒരു ചിത്രം നോക്കിക്കേ. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഫസ്റ്റ് പിക്ചർ 1 എന്ന് പറയുന്നത് കുറേ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുകളുണ്ട്. പക്ഷേങ്കിൽ ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണെങ്കിൽ എന്താണ്, ഒരൊറ്റ ഓർഗനേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ പിക്ചർ 2 ആണ് എന്തെന്ന് പറയുന്നത്, ഫീമെയിൽ ഫ്ലവർ എന്ന് പറയുന്നത്. ആ ഫീമെയിൽ ഫ്ലവറിനാണ് ഏതൊക്കെ പാർട്ട് ഉണ്ടാവുന്നത്, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്നൊക്കെ പറയുന്നത്. പക്ഷെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണെങ്കിൽ അതിന് ആൻഡ്രീഷ്യത്തിന് ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത്, ഫിലമെൻറ്റും അതേപോലെ തന്നെ ആൻഡറുമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, മാറിപ്പോവരുത്. ആൻഡ്രീഷ്യം അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന് ഉണ്ടാവുന്ന 2 ഭാഗങ്ങളാണ് ആൻഡറും ഫിലമെൻറ്റും. എന്നാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന് ഉണ്ടാവുന്ന 3 ഭാഗങ്ങളാണ് ഏതൊക്കെ, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, പിന്നെ ഓവിയൂളും ചിലപ്പം കാണിക്കാറുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ള അതേ മോഡൽ ചോദ്യമാണ്. നോക്കിക്കേ, ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ പോളൻ ഗ്രെയിൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ഗൈനീഷ്യം. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് പോളൻ ഗ്രെയിൻ ഉണ്ട്. ആ പോളൻ ഗ്രെയിൻ എവിടെയാണുള്ളത്, അതെ, ഏറ്റവും ഗൈനീഷ്യത്തിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള ആ ഒരു ഭാഗത്താണുള്ളത്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ പാത്ത് ഓഫ് ദ പോളൻ ഗ്രെയിൻ ഫോർ ഫെർട്ടിലൈസിങ് വിത്ത് എഗ്. അതായത് ഈ പോളൻ ഗ്രെയിന് ആ ഒരു എൻഡിൽ നിന്ന് എന്ത് ചെയ്യും, എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കണം. എഗ്ഗ് എവിടെയാണുള്ളത്, അതിൻ്റെ ഏറ്റവും ഉള്ളിലാണുള്ളത്. അപ്പോൾ ആ ഒരു പാത്ത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. പോളൻ ഗ്രെയിൻ ഏതൊക്കെ വഴിയിലൂടെ പോകുന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റിഗ്മയിൽ, അപ്പോൾ സ്റ്റിഗ്മയിലാണ് ഈ ഒരു പോളൻ ഗ്രെയിൻ ഇപ്പോൾ നിലവിലുള്ളത്. ഇനി അത് എന്ത് ചെയ്യും, അതിങ്ങനെ പോയി ഏറ്റവും ആ ഒരു നീളമുള്ള ഒരു ഭാഗം കണ്ടില്ലേ, അപ്പോൾ അതിനെയാണ് എന്ത് പറഞ്ഞിരുന്നത്, സ്റ്റൈൽ എന്ന് പറഞ്ഞിരുന്നത്. ഇനി സ്റ്റൈലിൽ നിന്ന് നേരെ ഓവറിയിലേക്ക് പോകും. ഓവറിയിൽ നിന്ന് എങ്ങോട്ടേക്കാണ്, ഒവ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് പോകും. അവിടെയാണ് എന്തുള്ളത്, എഗ്ഗ് ഉള്ളത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ ഒരു പോളൻ ഗ്രെയിനിൻ്റെ മെയിൽ ഗാമേറ്റും ഈ എഗ്ഗും വന്ന് ഫെർട്ടിലൈസേഷൻ നടക്കും. ഓക്കെ, അത്രയാണ് ആ ഒരു പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പാത്ത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ വിച്ച് ഈസ് ദ പോളിനേറ്റിംഗ് ഏജൻറ്റ് ഇൻ പെപ്പർ പ്ലാന്റ്. അതായത് കുരുമുളക് ചെടിയിൽ നടക്കുന്ന ഒരു പോളിനേറ്റിംഗ് ഏജൻറ്റ് ഏതാണ്, വിൻഡാണോ, വാട്ടറാണോ, മോത്താണോ, ഹണിബി ആണോ? എന്താണ്, വാട്ടറാണ് അല്ലേ. അത് നിങ്ങൾ ആ ഒരു ബോക്സിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും. പെപ്പർ ചെടിയിൽ നടക്കുന്ന അല്ലെങ്കിൽ പെപ്പർ ചെടിയിൽ പോളിനേഷൻ നടക്കുന്നത് വാട്ടർ വഴിയാണ്. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ഇത്. നോക്കിക്കേ, ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്ന ഒരു സിമ്പിൾ ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്. ഓക്കെ, ആ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ ഈ ഒരു കോൺസെപ്റ്റ് മാപ്പ് ഫില്ല് ചെയ്യാൻ എളുപ്പമാണ്. കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് ഗീവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് മാപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഞാനിത് ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഫ്രൂട്ട്. ആദ്യം സിമ്പിൾ ഫ്രൂട്ട്. സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു പൂവിന് ഒരു ഫ്രൂട്ട് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ മാംഗോ, ടൊമാറ്റോ ഒക്കെ വരും. ഇനി അടുത്തത് നോക്കിക്കേ, അഗ്രിഗേറ്റ് ഫ്രൂട്ട്. അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു ഫ്ലവറിൽ നിന്ന് തന്നെ ഒന്നിൽ കൂടുതൽ ഫ്രൂട്ട് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് സ്ട്രോബെറി, കസ്റ്റാർഡ് ആപ്പിൾ, അതേപോലെ തന്നെ ബ്ലാക്ക്ബെറി ഒക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ എക്സാമ്പിൾ മാത്രമേ തന്നിട്ടുള്ളൂ. അഗ്രിഗേറ്റ് ഫ്രൂട്ടിൻ്റെ ഒരൊറ്റ എക്സാമ്പിൾ സ്ട്രോബെറി മാത്രമേ അവിടെ തന്നിട്ടുള്ളൂ. ബാക്കി 2 നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഈ സ്ട്രോബെറിൻ്റെ മറ്റൊരു എക്സാമ്പിളും അതേപോലെ തന്നെ ഇത് ഏത് തരം ഫ്രൂട്ടാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം, അഗ്രിഗേറ്റ് ഫ്രൂട്ടാണ് എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം എന്താണ്, അവിടെ ജാക്ക് ഫ്രൂട്ട് എന്ന് തന്നിട്ടുണ്ട്. ഈ ജാക്ക് ഫ്രൂട്ട് ഇതിൽ വരുന്നതാണ്, അത് മൾട്ടിപ്പിൾ ഫ്രൂട്ടാണ് അല്ലേ. ഇവിടെ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവും. അതായത് കുറേ ഫ്ലവേഴ്സ് ഒരു കുലയിൽ നിൽക്കുന്നതിന് ഇൻഫ്ലോറസൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ഫ്ലവേഴ്സൊക്കെ ഫ്രൂട്ടായിട്ട് മാറുകയും അതൊക്കെ ഒരു സിംഗിൾ കവറിങ്ങിൻ്റെ ഉള്ളിൽ വരുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ ചക്കൻ്റെ ഉള്ളിൽ ഓരോരോ ചുളകൾ ഉണ്ടാവില്ലേ, അതൊക്കെ ഓരോരോ ഫ്രൂട്ടാണ്. അതൊക്കെ എന്തായിട്ട് വരുന്നുണ്ട്, ആ ഒരു പുറമെ ആ ഒരു ഭാഗത്തിൽ ആ എല്ലാ ചുളകളും കൂടി ഒരൊറ്റ കവറിങ്ങിൻ്റെ ഉള്ളിൽ വരുന്നതിനെ നമ്മൾ ചക്ക അല്ലേ. അപ്പോൾ അതേപോലെയാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് പൈനാപ്പിൾ.
ഓക്കെ, പൈനാപ്പിളും ഇതേപോലെ തന്നെയാണ് ഈ ഒരു മൾട്ടിപ്പിൾ ഫ്രൂട്ടിൻ്റെ എക്സാമ്പിളാണെന്ന് ഓർക്കുക. ഇനി ലാസ്റ്റ് വൺ ആണ് ഫോൾസ് ഫ്രൂട്ട്. ഈ ഫോൾസ് ഫ്രൂട്ടിൻ്റെ എക്സാമ്പിളാണ് ആപ്പിളും പിയേഴ്സും ഒക്കെ. അപ്പോൾ ഈ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവേ ഈ ഒരു ഫ്രൂട്ടായിട്ട് മാറുന്നത് ഓവറി പാർട്ടും അതേപോലെ സീഡായിട്ട് വരുന്നത് ഓവ്യൂളിൻ്റെ ആ ഒരു പാർട്ടുമാണ്. ഇവിടെ ഈ ഒരു ഫോൾസ് ഫ്രൂട്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പെഡിസെൽ, തലാമസ് ഒക്കെ എന്തായിട്ട് മാറുകയാണ്? ഒരു ഫ്രൂട്ട് പോലെ ആയി മാറുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. തലാമസ് അതേപോലെ എന്തൊക്കെ പെഡിസെല്ലൊക്കെ ആ ഭാഗങ്ങളൊക്കെ ഒരു ഫ്രൂട്ടിൻ്റെ ഷേപ്പിലോട്ട് മാറുന്നതിനെയാണ് എന്ത് പറയുക? ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ആപ്പിൾ, പിയേഴ്സ് ഒക്കെ. ഇനി ഇവിടുത്തെ ബി ചോദ്യമാണ് റൈറ്റ് എനി വൺ ഡിഫറൻസ് ബിറ്റ്വീൻ അഗ്രിഗേറ്റ് ഫ്രൂട്ട് ആൻഡ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്. മൾട്ടിപ്പിൾ ഫ്രൂട്ടിൻ്റെയും അതേപോലെ അഗ്രിഗേറ്റ് ഫ്രൂട്ടിൻ്റെയും ഏതെങ്കിലും ഒരു ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞത്. അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം എ സിംഗിൾ ഫ്ലവർ, സച്ച് ഫ്രൂട്ട് ഈസ് കോൾഡ് അഗ്രിഗേറ്റ് ഫ്രൂട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫ്ലവർ അതിൽ കുറേ ഫ്രൂട്ടുകൾ ഫോം ചെയ്യുന്നതിനെയാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിളാണ് സ്ട്രോബെറി, കസ്റ്റാർഡ് ആപ്പിളൊക്കെ. ഓക്കെ, കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സീതപ്പഴം. അതിനെയാണ് നമ്മൾ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയാറുള്ളത്. ഇനി മൾട്ടിപ്പിൾ ഫ്രൂട്ടിൻ്റെ ഇതാണ് മോർ ദാൻ വൺ ഫ്രൂട്ട് ഫോംഡ് ഫ്രം മെനി ഫ്രൂട്ട് ദാറ്റ് ഫ്യൂസ് ടുഗദർ ഇൻസൈഡ് എ കോമൺ കവറിങ് ആസ് സിംഗിൾ ഫ്രൂട്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചക്കയൊക്കെ നമ്മൾ ജാക്ക് ഫ്രൂട്ടൊക്കെ പോലെ തന്നെ എക്സാമ്പിൾ അതാണ് ഇവിടുത്തെ. ഇങ്ങനെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇൻഫ്ലോറസൻസ് ആല് കുറേ ഫ്ലവേഴ്സ് ഇതൊക്കെ ഫ്രൂട്ടായിട്ട് മാറുകയും ഇതൊക്കെ തന്നെ ഒരൊറ്റ കവറിങ്ങിൻ്റെ ഉള്ളിൽ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഓൾ ഫ്ലവർ ഇൻ എ പംകിൻ പ്ലാന്റ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്. ദിസ് ഈസ് ദ ഒപ്പീനിയൻ ഓഫ് എ സ്റ്റുഡൻറ്റ്. ഡു യു അഗ്രി വിത്ത് ഇറ്റ്? ഗീവ് റീസൺ. അതായത് ഒരു കുട്ടി പറയാണ് പംകിൻ പ്ലാന്റ് എന്തായിരുന്നു? മത്തൻ ചെടിയിലുള്ള എല്ലാ പൂക്കളൊന്നും ഫ്രൂട്ടായിട്ട് മാറുകയില്ല. ഈ ഒരു ഒപ്പീനിയനോട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? അതിൻ്റെ റീസൺ പറയാനാണ്. എന്താണ്? ഉണ്ട് അല്ലേ? യെസ്, ഐ അഗ്രി. കാരണം എന്താണ്? നമുക്കറിയാം പംകിൻ ചെടിയിൽ 2 തരം പൂക്കളുണ്ട്. അതായത് ആ ഒരു ചെടിയിൽ നമ്മൾ യൂണിസെക്ഷൽ എന്നാണ് പറയുക. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. അതായത് ഒരു പൂവ് കംപ്ലീറ്റ് ആയിട്ട് മെയിൽ ഫ്ലവറും മറ്റു പൂവ് കംപ്ലീറ്റ് ആയിട്ട് ഫീമെയിൽ ഫ്ലവറുമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഫീമെയിൽ ഫ്ലവർ മാത്രമാണ് എന്തായിട്ട് മാറുന്നത്? കായ്കളായിട്ട് മാറുന്നത്. മെയിൽ ഫ്ലവർ കായ്കളായിട്ട് മാറുന്നില്ല. അപ്പോൾ ഈ കുട്ടി പറഞ്ഞത് എന്താണ്? ശരിയാണ്. പംകിൻ പ്ലാന്റ് ഹാവ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ. ഓൺലി ഫീമെയിൽ ഫ്ലവർ ചേഞ്ചസ് ടു ഫ്രൂട്ട്. ഓക്കെ, ഇതാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ബി. What are the changes occur in flower part when flower become fruit? ഒരു ഫ്രൂട്ടായിട്ട് മാറുമ്പോൾ, ഒരു ഫ്ലവർ ഫ്രൂട്ടായിട്ട് മാറുമ്പോൾ അവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്? അത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലവറിൻ്റെ ഫ്രൂട്ടായിട്ട് മാറുന്ന ഭാഗം എന്ന് പറയുന്നത് ഓവറിയാണ്. പിന്നെ ഒവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം ആൻസറായിട്ട്? ഓവറി ചേഞ്ചസ് ടു ഫ്രൂട്ട് ആൻഡ് ഒവ്യൂൾ ചേഞ്ചസ് ടു സീഡ്. ഓക്കെ, ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഒവ്യൂൾ എന്ന് പറയുന്നത് എന്തായിട്ടുമാണ് മാറുന്നത്? സീഡായിട്ടുമാണ് മാറുന്നത്. ഇനി അടുത്ത ചോദ്യം സി. വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആപ്പിൾ ആൻഡ് കാഷ്യൂ ആപ്പിൾ ആർ ഫോൾസ് ഫ്രൂട്ട്. ആപ്പിളും അതേപോലെ തന്നെ കാഷ്യൂ ആപ്പിൾ, കശുവണ്ടി എന്താണ്? ഫോൾസ് ഫ്രൂട്ടാണ്. രണ്ടാമത്തത് ജാക്ക് ഫ്രൂട്ട് ആൻഡ് പൈനാപ്പിൾ ആർ അഗ്രിഗേറ്റ് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ട് ചക്കയും അതേപോലെ തന്നെ പൈനാപ്പിളും എന്താണ് എന്നാണ് പറഞ്ഞത്? അഗ്രിഗേറ്റ് ഫ്രൂട്ടാണെന്നാണ് പറഞ്ഞത്. മൂന്നാമത്തത് മാംഗോ ആൻഡ് ടൊമാറ്റോ ആർ സിമ്പിൾ ഫ്രൂട്ട്. മാംഗോയും ടൊമാറ്റോയും സിമ്പിൾ ഫ്രൂട്ടാണ്. പിന്നെ നാലാമത്തത് ജാക്ക് ഫ്രൂട്ട് ആൻഡ് കസ്റ്റാർഡ് ആപ്പിൾ ആർ മൾട്ടിപ്പിൾ ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ടും അതേപോലെ കസ്റ്റാർഡ് ആപ്പിളും എന്താണ്? മൾട്ടിപ്പിൾ ഫ്രൂട്ടും ആണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നാലാമത്തെ ഓപ്ഷൻ ഒഴിച്ച് ബാക്കി 3 എണ്ണവും ശരിയാണ്. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ഈ ഒരു താഴെ തന്നിരിക്കുന്നതിൽ കാണുന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്ലവേഴ്സ് ടു ഫ്ലവർ ആ ഒരു ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ 2 ചാപ്റ്ററിൻ്റെയും ഫസ്റ്റിലത്തെ ചാപ്റ്ററും അതേപോലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെയും
ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. അങ്ങനെയെങ്കിൽ എക്സാമൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരും. അതൊക്കെ ഞാൻ പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്